ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ തന്നെ ഒന്ന് രണ്ട് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാവും ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പെരുന്നാളിന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കുക്കറിൽ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ഏലക്ക, ഒരു 2 കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 ബേ ലീഫ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ അടുത്ത് മല്ലി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. അപ്പോൾ ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോരുത്, ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാൻ മീഡിയം സൈസുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. സവാള നമ്മൾ ഇത്രയും എടുത്തെന്ന് വെച്ചാൽ ഒരുപാട് മസാലയൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ 4 കപ്പ് ചോറിനാണ് ഇത് വെക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. അതൊന്നും ചതച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 2 മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. ഒരു ബോക്സിനകത്ത് 2 ഉണ്ടാവുക, അപ്പോൾ അത് 2 ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ്റെ ക്യൂബാണ് ചേർത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ബീഫ് കിട്ടുമെങ്കിൽ ബീഫ് ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ അറബിക് മസാല, നിങ്ങളുടെ കയ്യിൽ മന്തി മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ ഏകദേശം അതും ഞാൻ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങ ഞാൻ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നീരുള്ള ഒരു നാരങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് തൈരാണ്. അപ്പോൾ ഏകദേശം ഒരു 6-7 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതി. ഇത് നോർമൽ പുളിയുള്ള തൈരാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സാധാരണ മന്തി ചെയ്യുന്ന പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിയില ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. മല്ലിയില ഏകദേശം ഒരു പിടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കിലോ ബീഫാണ്. അപ്പോൾ ഒരുപാട് വലുപ്പത്തിലല്ല കട്ട് ചെയ്തിട്ടില്ല, എന്നാൽ ഒത്തിരി ചെറുതായിട്ടും അല്ല, അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ബീഫാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ബീഫ് നല്ലൊരു കളറൊക്കെ മാറി വരും. ഞാൻ മന്തിയുടെ തന്നെ ബീഫിൻ്റെ ഇതിന് മുമ്പ് ട്രൈ ചെയ്തൊന്നും എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ചിക്കൻ മന്തിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എനിക്ക് ഏകദേശം ഒരു 6-7 വിസിലാണ് വേണ്ടി വന്നിട്ടുള്ളത്. വെള്ളമൊന്നും ഒഴിക്കാണ്ട് അങ്ങനെ തന്നെ വേവിച്ചെടുത്താൽ മതി, കാരണം ഉള്ളിയിലൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് അവിടെ വേവുന്ന സമയത്ത് നമുക്കിനി ചോറിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ അതേ ചോറ് വേവിക്കാനായിട്ട് അത്യാവശ്യം നിറച്ച് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ സൺഫ്ലവറോ പാം ഓയിലോ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ഉണക്കനാരങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള ബസ്മതി അരിയാണ് ചേർക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്തി വെക്കാനായിട്ട്. അപ്പോൾ സെല്ല ബസ്മതി കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതാകുമ്പോൾ നല്ല നീളം ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും അരി കാണാനായിട്ട്. മന്തിക്ക് അതാണ് ഏറ്റവും നന്നാവുക. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചോറൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതേ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം തൊട്ട് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ എടുക്കുള്ളൂ ചോറ് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് വിട്ട് നിൽക്കരുത്, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം, വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വേവ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വെന്തോന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കുക. നമ്മൾ സാധാരണ പോലെയല്ല, ഇത് ഊറ്റിയെടുത്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ചോറ് നന്നായിട്ടൊന്ന് വെള്ളം വാർത്തിയെടുക്കാം. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വെന്ത് പോവും. അപ്പോൾ ചോറ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് ഇതേ വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ബീഫ് മാത്രം എടുത്തിട്ട് മസാല അതിൽ തന്നെ വെക്കാം. നമുക്ക് ബീഫ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് ബീഫ് മാത്രമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ബീഫ് ഒന്ന് ഡ്രൈ ആവും, മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറഞ്ഞ ഫ്ലെയിമിൽ ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് 2-3 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആക്കാൻ വേണ്ട,
ഈ സമയത്ത് ഒരു 1-2 ടീസ്പൂൺ നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് ചേർക്കാം. ഞാൻ അവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ചോറ് ഇത് ഊറ്റിയെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്, വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ചോറിൻ്റെ ഒരു സൈഡ് ഒന്ന് നീക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ആയിട്ട് നമ്മൾ നേരത്തെ കുക്കറിൽ ബാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ചോറ് അവിടെ ഒന്ന് മൂടി വെച്ചിട്ട് അപ്പുറത്തെ സൈഡും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ അടിയിലായിട്ട് ബാക്കിയുള്ള മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ ബീഫ് വേവിച്ച വെള്ളത്തിലാണ് മന്തി ചെയ്യുക, പക്ഷേ ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. മസാലയൊക്കെ ഇങ്ങനെ ചോറിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ നമ്മളിത് ചോറ് മൂടിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മഞ്ഞൾ പാലിൽ കലക്കിയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് നിർബന്ധമില്ല, ഫോട്ടോ എടുക്കാൻ ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. ഇതിൻ്റെ മേലെയായിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് വെച്ച് കൊടുക്കുക. ഇതേ സമയം തന്നെ നിങ്ങൾ 1-2 കഷ്ണം ചാർക്കോൾ ഒന്ന് ചൂടാവാൻ വെക്കണം. നന്നായിട്ടൊരു 5 മിനിറ്റെങ്കിലും ചൂടാക്കുക. അതിനുശേഷം നമ്മളൊരു ബൗളിലേക്ക് അരിയിൽ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അപ്പം തന്നെ പുക വരും നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. നമ്മളിത് ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ്. അത് അടച്ച് വെച്ചതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ഇത് തുറന്നാൽ മതി. അപ്പോഴേക്കും പുകയൊക്കെ നന്നായിട്ട് ചോറിൽ പിടിച്ച് നല്ല സ്മോക്കി ഫ്ലേവർ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതെടുത്ത് മാറ്റാം. ഇനി നമ്മൾ ഈ ബീഫ് എടുത്ത് മാറ്റിയതിന് ശേഷം ചോറ് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം 1-2 സ്ഥലത്തായിട്ട് നമ്മൾ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് ചോറിൽ മിക്സ് ചെയ്തെടുക്കണം. പക്ഷെ കുഴച്ചെടുക്കരുത്, സൂക്ഷിച്ച് മാത്രം മിക്സ് ചെയ്യുക. നല്ല പോലെ നമുക്കൊന്ന് മിക്സാക്കി എല്ലായിടെയും മസാല ഒന്ന് തട്ടണ രീതിക്ക് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. നമ്മൾ ഇതിന് മുമ്പ് ചിക്കൻ മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് പെരുന്നാളിന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഫ്രീ ആവുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചോറിൻ്റെ മേലയിൽ ബീഫ് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യാനാലേ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.